ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഒരു ചിക്കൻ റോസ്റ്റാണ് തയ്യാറാക്കി നോക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാകും നമ്മുടെ ചിക്കൻ റോസ്റ്റ്. 2 പേർക്ക് കഴിക്കാവുന്ന ഒരു പോർഷനാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഇതിനായി 6 മീഡിയം സൈസ് ചിക്കൻ പീസസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചിക്കൻ നന്നായി കഴുകി വെള്ളം വാർത്ത് വയ്ക്കാം. ഇനി നമുക്ക് ഒരു 3 വലിയ ഉള്ളിയാണ് ഇതിനായിട്ട് വേണ്ടത്. ഉള്ളി നന്നായി അരിഞ്ഞ് മാറ്റി വയ്ക്കാം. നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത് 2 തക്കാളി, 2 പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവയാണ്. 3 തരം പൊടികളാണ് ഞാൻ ആദ്യത്തെ സ്റ്റെപ്പിന് യൂസ് ചെയ്യുന്നത്. മുളക് പൊടി, ചിക്കൻ മസാല, മല്ലിപ്പൊടി എന്നിവയാണ്. ഇനി നമ്മൾ ഒരു കുക്കർ എടുത്ത് നമ്മുടെ കഴുകി വച്ചിരിക്കുന്ന ചിക്കൻ പീസസ് കുക്കറിലേക്ക് മാറ്റാം. അതിനുശേഷം നമ്മളിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. കണ്ടോ, ഒരു 1/4 ടീസ്പൂൺ നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം തന്നെ മുളക് പൊടി, അതൊരു 1/2 ടീസ്പൂൺ വരെ ആവാം, ചേർത്ത് കൊടുക്കാം. പിന്നെ അത്രയും തന്നെ മല്ലിപ്പൊടി, അത്രയും തന്നെ ചിക്കൻ മസാല, അതായത് 1/4 മുതൽ 1/2 വരെ ചിക്കൻ മസാല, മല്ലിപ്പൊടി, മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇവ നന്നായി ഇളക്കി യോജിപ്പിക്കുന്നതിന് മുൻപായി ഒരു 1/4 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ഒത്തിരി ആവേണ്ട ആവശ്യമില്ല, ഒരു 1/4 ഗ്ലാസ് മതിയാവും. വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ചിക്കൻ നന്നായി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 2-3 വിസിൽ വരുന്നത് വരെ വേവിക്കാം. അതേസമയം തന്നെ നമുക്ക് മറ്റൊരടുപ്പിൽ പാൻ വയ്ക്കാം. പാൻ നന്നായി ചൂടായി കഴിഞ്ഞ ശേഷം നമുക്കതിലേക്ക് 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നമ്മുടെ റോസ്റ്റ് വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുന്നതാണ് അതിൻ്റെ സ്വാദിന് നല്ലത്. അപ്പോൾ ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി ഒരു മീഡിയം ഫ്ലെയിമിൽ നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷമേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഉള്ളി അത്യാവശ്യം വഴന്നു തുടങ്ങിയിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഞാൻ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്തത് കൊണ്ട് ഒരല്പം ചേർത്താൽ മതിയാകും. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കുക്കറിൽ നിന്ന് വിസിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഉള്ളി നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഉള്ളി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിറമായാൽ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇഞ്ചി വെളുത്തുള്ളി ചേർത്തത് കൊണ്ട് തന്നെ അടിയിൽ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നന്നായി ഇളക്കി കൊടുക്കാം. അല്പം കറിവേപ്പില കൂടി ചേർത്ത് ഇളക്കുക. കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ ചേർന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി മുഴുവനായി ചേർത്ത് കൊടുക്കാം. 2 തക്കാളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൂടെ ഈ ഉള്ളി മസാലയിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. തക്കാളിയിൽ നിന്നൊക്കെ വെള്ളം വന്ന് ഉള്ളിയും തക്കാളിയും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് റോസ്റ്റായി കിട്ടും. ഇനി നമ്മളിതിലേക്ക് 2 പച്ചമുളകാണ് ചേർക്കുന്നത്. 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഞാനീ കാണിക്കുന്നത് പോലെ അല്ല, നമ്മൾ ഒത്തിരി നേരമെടുത്താണിത് വഴറ്റിയെടുക്കുന്നത്. ഞാൻ വീഡിയോയുടെ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾക്ക് സ്പീഡിൽ ഇത് കാണിച്ചു തന്നേ ഉള്ളൂ. നമ്മുടെ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഈ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. മുഴുവനായി ചേർത്ത് കൊടുക്കാം. നമ്മളിനി ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നേരത്തെ ചേർത്ത 1/4 ഗ്ലാസ് വെള്ളത്തിലാണ് നമ്മൾ ചിക്കൻ വേവിച്ചത്. ആ വെള്ളം മാത്രമേ നമ്മുടെ റോസ്റ്റിന് ആവശ്യമായിട്ടുള്ളൂ. എന്നിട്ട് ചിക്കൻ ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ റോസ്റ്റ് ഫ്ലെയിം കൂട്ടി വെച്ച് നന്നായി വറ്റിച്ചെടുക്കാം. ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട്.
പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡറും ചേർത്തിട്ടുണ്ട്. പെപ്പർ ഇഷ്ടമുള്ളവരാണെങ്കിൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം. ഡ്രൈ ആയി നമ്മുടെ റോസ്റ്റിൻ്റെ എണ്ണ തെളിഞ്ഞു വരുന്നിടം വരെ നമുക്കിത് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മുടെ ചിക്കൻ അത്യാവശ്യം നല്ല രീതിയിൽ റോസ്റ്റായി എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. മല്ലിയില ഇലയും തണ്ടോടും കൂടി ചേർത്ത് അരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം. നമുക്ക് മൂടി തുറന്ന് നോക്കാം. കണ്ടോ, നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലൊരു മണമാണ് ഇപ്പം നമ്മുടെ ചിക്കൻ റോസ്റ്റിനുള്ളത്. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കത് ചൂടോടെ ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാം. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.